ഹായ്, ഇന്നൊരു ഫ്രൈഡ് റൈസ് ആയിട്ട് ഉണ്ടാക്കണത്. നമ്മളത് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്യൊന്ന് ചൂടായി വരട്ടെ. ഇന്ന് മക്കൾക്കൊക്കെ ഞായറാഴ്ച അല്ലേ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു. ഇതാ ഇഞ്ചി വെളുത്തുള്ളി ചെറുതാക്കി മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ക്യാപ്സിക്കം, ക്യാരറ്റ്, കുറച്ച് ബീൻസ്, ഒരു കഷ്ണം ഉള്ളി, 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നന്നായി വാട്ടിയെടുക്കട്ടെ ഉപ്പിട്ടിട്ട്. എല്ലാവരും ഇങ്ങനെയാണോ ഉണ്ടാക്കുക? ഞാനിങ്ങനെ ഇട്ടോ ഉണ്ടാക്കാറ്. നിങ്ങളെങ്ങനെ ഉണ്ടാക്കാമെന്ന് കമൻറ്റ് ഇടണേ. ഞാൻ അങ്ങനെ ഉണ്ടാക്കാറ്. നമ്മളിതാ ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായി വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളപ്പുറത്ത് ചോറ് ആക്കി വെച്ചിട്ടുണ്ട്. ചോറ് നന്നായി വെന്തിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിതാ മൂത്ത് വന്നിട്ടുണ്ട്. ചോറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചോറ് ഇട്ട് കൊടുത്തിട്ടേ നമ്മൾ കൂടെ തന്നെ ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചോറിൽ ലേശം ഉപ്പ് കുറവാണ്. നന്നായി കൂട്ടി ഇളക്കിയിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വല്ലാണ്ട് എരിവ് വേണ്ട വിചാരിച്ചിട്ടാണ്. കുറച്ച് ഈ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ അടുത്ത് ചിക്കൻ കറിക്കുള്ളത് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായി കുഴച്ചെടുക്കുന്നുണ്ട്. എല്ലാവരും പൊരിച്ചിട്ടൊക്കെ കേട്ടോ വയ്ക്കുക. ഞാൻ അങ്ങനെ പൊരിക്കാറൊന്നുമില്ല, എണ്ണ അങ്ങനെ എടുക്കാറില്ല കേട്ടോ. നമ്മളിത് അടുത്ത എന്തും ചിക്കൻ കറി ഒരു വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ച് ഇങ്ങനെ ഇട്ടുണ്ടാക്കണത്. ഒരു ക്യാപ്സിക്കം, നമ്മളിതാ ഒരു ക്യാപ്സിക്കം, വലിയ 2 ഉള്ളി, തക്കാളി സോസ് ഞാൻ ഉണ്ടാക്കിയതാട്ടോ. തക്കാളി വേവിച്ചിട്ട് ഞാൻ സോസൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാനഞ്ഞ ഉണ്ടാക്കിയതാണ്. അതാ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മല്ലിപ്പൊടി ഇടാറില്ല. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇങ്ങനെ കേട്ടോ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിയത് ഫ്രൈഡ് റൈസിന്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഇന്ന് എൻ്റെ മോളാട്ടോ ടേസ്റ്റ് നോക്കണത്. നമ്മളിതാ കുക്കുംബർ വാങ്ങിയിട്ടേ തൈരിലിട്ടിട്ടുണ്ട്. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ, കമൻറ്റ് ചെയ്യണേ. ഞാൻ ഇങ്ങനെ ഇട്ടോ ഉണ്ടാക്കാറ്. മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കണു. കുറച്ച് മധുരമൊക്കെ ഇട്ട കറിയാണല്ലോ, അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമായിരിക്കണു കേട്ടോ. എരിവ് കുറവാണല്ലോ.